അവസാന മണിക്കൂറിലെ ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സമയമെടുത്തു. KPCC അവലോകന യോഗത്തിലാണ് സ്ഥാനാർത്ഥികൾ പരാതി ഉന്നയിച്ചത്. അൽ-അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അൽ-അമീൻ, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികൾക്ക് പുനഃസംഘടന ഒരു ബുദ്ധിമുട്ടായി മാറിയത്? സുജയ്, KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ സംസാരിച്ച ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ അവസാന മണിക്കൂറിലെ പുനഃസംഘടന ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. മണ്ഡലം ബ്ലോക്ക് തലത്തിലുള്ള പുനഃസംഘടന അത് നേരത്തെ തന്നെ പരസ്യ പ്രതിഷേധത്തിലേക്കും വലിയ വിവാദത്തിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ മാറിയിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് അന്ന് തന്നെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം അത് കാര്യമായി തന്നെ നിഴലിച്ചു എന്നുള്ള പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. K. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രചരണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സമയം ചിലവഴിക്കേണ്ടി വന്നു എന്നുകൂടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഒരേ സ്വരത്തിൽ നേതാക്കൾ പറയുന്നതും. സംസാരിച്ച നേതാക്കളൊക്കെയും ഇതുവരെ സംസാരിച്ച സ്ഥാനാർത്ഥികളൊക്കെയും വലിയ രീതിയിൽ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുണ്ടെന്നുകൂടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ മാധ്യമങ്ങളെ കാണും. പാർട്ടിയുടെ ഒരു പൊതുവായ വിലയിരുത്തലും അതുപോലെ തന്നെ ഒരു അവലോകനം എത്ര സീറ്റുകളിൽ വരെ വിജയിക്കുമെന്നുള്ള പാർട്ടി ഒരു കണക്ക് കൂട്ടലും പങ്കുവെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്.